നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യമനിൽ വധശിക്ഷ കാത്ത് കഴിയുകയാണ് മലയാളി നഴ്സ് നിമിഷപ്രിയ. വധശിക്ഷ സനയിലെ ഹൈക്കോടതിയും ശരിവെച്ചതോടെയാണ് മോചന സാധ്യത മങ്ങിയത്. മരിച്ച തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാലേ ഇനി മോചനം സാധ്യമാകൂ. ഇതിനുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കറും അറിയിച്ചിരുന്നു. നിയമപരമായ വഴികൾ മാത്രമല്ല, ആചാരങ്ങളും പാരമ്പര്യങ്ങളും അനുസരിച്ച് അവർക്ക് മാപ്പ് ലഭിക്കാനുള്ള സാധ്യതയും സാമൂഹിക സംഘടനകളുമായി ചേർന്ന് സർക്കാർ പരിശോധിക്കുകയാണെന്നാണ് അന്ന് കേന്ദ്രം ഇതിന് മറുപടി നൽകിയത്. എന്നാൽ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി പരിശ്രമിക്കുമെന്ന പ്രമുഖ വ്യവസായി യൂസഫ് അലിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനുള്ള ഇടപെടലുകൾ വളരെ ശക്തമായ രീതിയിൽ നടക്കുകയായിരുന്നു. നിമിഷപ്രിയയ്ക്ക് തിരിച്ചടിയായി യമനിൽ ഇപ്പോൾ നിർണായക ഇടപെടൽ നടന്നിരിക്കുകയാണ്. നടപടി വേഗത്തിലാക്കാൻ യമൻ ക്രിമിനൽ പ്രോസിക്യൂഷൻ മേധാവി നിർദ്ദേശം നൽകി. കോടതി വിധി, ദയാധനം, അപേക്ഷ തുടങ്ങി വിവിധ രേഖകൾ സുപ്രീം കോടതിയിൽ നൽകണം. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന്റെ ഇടപെടലാണ് പ്രോസിക്യൂഷൻ നടപടിക്ക് കാരണമായത്. ദയാധനം നൽകി നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള നടപടികൾ എങ്ങും എത്താത്തതിനാൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകം തന്നെയാണ്. യമനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന നിമിഷപ്രിയയ്ക്ക് യമൻ യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് വധശിക്ഷ വിധിച്ചത്. എന്നാൽ ഇത്തരത്തിലുള്ള നടപടികൾ യമനിൽ പുരോഗമിക്കവേ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഇനി കണ്ടു തന്നെ അറിയണം. യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ പ്രതിക്ക് ശിക്ഷ ഇളവ് ലഭിക്കും. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറാണെന്നും 50 ദശലക്ഷം യമൻ റിയാൽ, അതായത് ഏകദേശം 1.5 കോടി രൂപ ദയാധനം, നഷ്ടപരിഹാര തുക നൽകേണ്ടി വരുമെന്നും യമൻ ജയിൽ അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. മോചനത്തിനായുള്ള പരിശ്രമങ്ങൾ തുടരുകയാണെന്നാണ് യൂസഫ് അലി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചത്. കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങളെല്ലാം മാപ്പപേക്ഷയ്ക്ക് അനുമതി നൽകണമെന്നുള്ളതാണ് മോചനം വൈകിപ്പിക്കുന്നത്. പ്രശ്ന പരിഹാരത്തിനായി യമനിൽ നിന്നുള്ളവരെ അടക്കം ഉൾപ്പെടുത്തി നവംബർ 9 ദുബായിൽ യോഗം വിളിച്ചിട്ടുണ്ടെന്നും അന്ന് യൂസഫ് അലി അറിയിച്ചിരുന്നു. 2017 ജൂലൈ 25 കേസിനാസ്പദമായ സംഭവം നടന്നത്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയ യമൻകാരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തി വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചെന്നാണ് കേസ്. തലാലിനൊപ്പം ക്ലിനിക് നടത്തുകയായിരുന്നു നിമിഷപ്രിയ. സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദി പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂര പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നിമിഷയുടെ വാദം. ഇതിന് പിന്നാലെയായിരുന്നു നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിക്കുന്നതിന് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം 50 മില്യൺ യമൻ റിയാൽ, അതായത് ഏകദേശം 1.5 കോടി രൂപ ദയാധനം ആവശ്യപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.